ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായ ബക്കിംഗ്ഹാം പാലസിനേക്കാൾ 4 ഇരട്ടി വലിപ്പം. തച്ചുശാസ്ത്രത്തിന്റെ മായാജാലങ്ങൾ ഒളിപ്പിച്ച ഗോപുരങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ വസതിയായ ലക്ഷ്മി വിലാസ് കൊട്ടാരത്തിന്റെ സവിശേഷതകളാണിത്. രാജപ്രൗഢിയുടെ മകുടോദാഹരണമായ ഈ കൊട്ടാരമുള്ളതാകട്ടെ നമ്മുടെ ഭാരതത്തിലും. രാജ്യത്തിന്റെ പൈതൃകത്തിന്റെ പ്രൗഢി പേറി നിൽക്കുന്ന ഈ കൊട്ടാരത്തിന് ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ വസതിയായ ആന്റിലിയയേക്കാൾ വലിപ്പമുണ്ട്. ഗുജറാത്തിലെ വഡോദരയിലാണ് ലക്ഷ്മി വിലാസ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. ബറോഡയിലെ പ്രമുഖ മറാത്ത രാജകുടുംബമായ ഗെയ്ക്വാഡുകളാണ് ഈ കൊട്ടാരത്തിന്റെ ഉടമസ്ഥർ. 1890-ൽ ബറോഡ ഭരിച്ചിരുന്ന സായാജി റാവു ഗെയ്ക്വാഡ് മൂന്നാമനാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. 700 ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഈ കൊട്ടാരത്തിന്റെ ശില്പി പ്രമുഖ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ചാൾസ് മാൻഡാണ്. ഇന്ത്യൻ പാശ്ചാത്യ വാസ്തുശാസ്ത്രത്തിന്റെ സംയോജിത രൂപമാണ് 134 വർഷം പഴക്കമുള്ള കൊട്ടാരം. ഇന്തോ സാർസാനിക് വാസ്തുവിദ്യകളുടെ തെളിവുകളാണ് ചുവരുകളിലെയും തൂണുകളിലെയും കൊത്തുപണികളിൽ പ്രതിഫലിക്കുന്നത്. ആഗ്രയിൽ നിന്നുള്ള വെട്ടുകല്ല്, പൂനെയിൽ നിന്നും കൊണ്ടുവന്ന ട്രാപ്പ് സ്റ്റോൺ, രാജസ്ഥാനിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമുള്ള മുന്തിയ മാർബിളുകൾ എന്നിവ ഉപയോഗിച്ചാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണം. 170 മുറികളാണ് കൊട്ടാരത്തിലുള്ളത്. ഒരു നൂറ്റാണ്ട് മുൻപ് പണി കഴിപ്പിച്ചതാണ് എങ്കിലും എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മുകൾ നിലയിലേക്ക് കയറാനായി ലിഫ്റ്റും കൊട്ടാരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. ബഹുനിലകളുള്ള കൊട്ടാരത്തിൽ ആദ്യ നിലയിലാണ് രാജകുടുംബം താമസിക്കുന്നത്. മുകളിലായുള്ള ഗോപുരങ്ങളാണ് കൊട്ടാരത്തിന്റെ മുഖ്യ ആകർഷണം. 160 അടിയോളം ഉയരമുണ്ട് ഈ ഗോപുരങ്ങൾക്ക്. കൊട്ടാരത്തിന് ചുറ്റുമായി പരന്നു കിടക്കുന്ന ഉദ്യാനവും വിശാലമായ നടുമുറ്റവുമെല്ലാം ഗെയ്ക്വാഡുകളുടെ ജീവിത രീതി വ്യക്തമാക്കുന്നതാണ്. കൊട്ടാരത്തിലെ ദർബാർ ഹാളാണ് മറ്റൊരു പ്രധാന ആകർഷണം. വെനീഷ്യൻ മൊസൈക്ക്, ബെൽജിയം ഗ്ലാസുകൾ എന്നിവ കൊണ്ടാണ് ഈ ഹാളിന്റെ നിർമ്മാണം. മഹാറാണ ഫത്തേഹ് സിംഗിന്റെ മ്യൂസിയവും കാഴ്ചക്കാർക്ക് അത്ഭുതമായി കൊട്ടാരവളപ്പിലുണ്ട്. കാരിരുമ്പിൽ തീർത്ത വിളക്കുമാടങ്ങളും കൊട്ടാരത്തിൽ കാണാം. ചുവരുകളിൽ മുഴുവൻ വെള്ളി പൂശിയ സിൽവർ റൂം കൊട്ടാരത്തിന്റെ അഴക് വർദ്ധിപ്പിക്കുന്നു. 300 അടി ഉയരമുള്ള ക്ലോക്ക് ടവറാണ് കൊട്ടാരത്തിന്റെ മറ്റൊരു സവിശേഷത. അംബാനിയുടെ ആന്റിലിയയ്ക്ക് 15,000 കോടി രൂപയാണ് മതിപ്പ്. ബക്കിംഗ്ഹാം പാലസിന് 20,000 കോടിയും. എന്നാൽ 24,000 കോടി രൂപയാണ് ലക്ഷ്മി വിലാസ് കൊട്ടാരത്തിന്റെ വില. 3.4 കോടി ചതുരശ്ര അടിയിലാണ് കൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിന്റെ വിശേഷങ്ങൾ കേട്ടറിഞ്ഞ് നിരവധി പേരാണ് കാണാനായി ഇവിടെ എത്താറുള്ളത്. പ്രതിവർഷം 50 ലക്ഷം പേർ ഇത്തരത്തിൽ എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ. സൽമാൻ ഖാൻ നായകനായ പ്രേം രത്തൻ ധൻപായോ അടക്കം നിരവധി ബോളിവുഡ് സിനിമകൾക്കും കൊട്ടാരം ലൊക്കേഷനായിട്ടുണ്ട്. നിരവധി സാംസ്കാരിക പരിപാടികൾക്കും ആഡംബര വിവാഹങ്ങൾക്കും ഈ കൊട്ടാരം വേദിയാകാറുണ്ട്. ഗുജറാത്തിന്റെ സാംസ്കാരിക സൗന്ദര്യമായ കൊട്ടാരം ഹെറിറ്റേജ് റിസോർട്ടാക്കി മാറ്റാനാണ് നിലവിലെ അനന്തരാവകാശിയായ സ്മാർജിത് സിംഗ് ഗെയ്ക്വാഡിന്റെ തീരുമാനം. മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനവുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്മാർജിത് സിംഗ് ഗെയ്ക്വാഡും ഭാര്യ രാധികയും മക്കളുമാണ് നിലവിൽ ഇവിടെ താമസിക്കുന്നത്. രാജഭരണം അവസാനിച്ചുവെങ്കിലും രാജകീയ പാരമ്പര്യം ഇപ്പോഴും പേറുന്ന മണ്ണാണ് നമ്മുടേത്. മറ്റെല്ലാ രാജ്യങ്ങളും വികസനങ്ങൾ കൊണ്ട് രാജകീയ പാരമ്പര്യത്തെ തുടച്ചു നീക്കിയെങ്കിലും മാറ്റങ്ങൾക്കിടയിലും തനിമ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുള്ള തെളിവ് കൂടിയാണ് രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പരചുംബിയായ ഈ വസതി.